ഒരു കാര്യം പറഞ്ഞേ, എൻ്റെ ആധാറില്, എൻ്റെ പാസ്പോർട്ടില്, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസില് പേര് നോക്കുകയാണെങ്കിൽ ആദിത്യവർമ്മ. ആ, ഞാൻ റോയൽ ഫാമിലി ജനിച്ചു. ചില ആൾക്കാർ പറഞ്ഞു മുൻ രാജകുടുംബം. അതെങ്ങനെ മുൻ രാജകുടുംബം? കുടുംബം ഇപ്പോഴും ഇല്ലേ? ഉണ്ട്. മുൻ രാജാവ് ഭരിച്ചിരുന്ന കുടുംബം എന്ന് പറയാം, പക്ഷെ രാജകുടുംബം ഇപ്പോഴും ഉണ്ട്. അപ്പൊ മുൻ രാജകുടുംബം എന്ന് പറയാൻ ഞാനിപ്പോഴാ കുടുംബത്തിൽ, അപ്പം മുന്നെങ്ങനെയാവും? ഞാനുണ്ടല്ലോ, ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുടുംബം ഇപ്പോഴും ഉണ്ടല്ലോ. തമ്പുരാന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു കാസ്റ്റിന്റെ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തമ്പുരാന്ന് ഇപ്പോൾ നമ്പൂരിപ്പാട്, അങ്ങനെ നായർ, പിള്ള, കുറുപ്പ്, അതുപോലെ തമ്പുരാന്ന് പറയുന്ന ഒരു കാസ്റ്റാണ്. പിന്നെ ഈ ചില ആൾക്കാർ അത് തമ്പുരാന്ന് പറഞ്ഞ രാജാവാണ്, ആ രാജഭരണം ഇല്ലാണ്ട് തമ്പുരാന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ ചിലരെ പറയില്ലേ അമ്പലമില്ല, ഈശ്വരനില്ല. ചിലർ ഈശ്വരനുണ്ട്, അമ്പലമുണ്ട്. അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ഒരു വിശ്വാസം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇത് കാസ്റ്റാണ്. ഞാൻ ആരെയും പറയാറില്ല എന്നെ തമ്പുരാനെ വിളിക്കണമെന്നൊന്നും. പിന്നെ ചിലതുണ്ട് നാള് പറഞ്ഞു വിളിക്കും. അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനെ എഴുന്നള്ളിയായാലും അങ്ങനെയൊക്കെ വരാറുണ്ട്. ശരിക്കും തമാശയൊക്കെ പറയാറില്ല, അങ്ങനെയൊന്നും ഇപ്പോഴങ്ങനെയൊന്നും പറയാറില്ല. ചില ഈ അമ്പലങ്ങളിൽ ഫംഗ്ഷന് പോകുമ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് നമ്മുടെ പേര് ഈ പറഞ്ഞ നാള് വെച്ചിട്ടാണ്. എല്ലാവരുടെയും, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേര് നാള് വെച്ചിട്ടാണ്. ഇത് പണ്ടൊക്കെ ഈ രാമവർമ്മ എന്ന് പറയുന്ന 3-4 പേര് കാണും. അപ്പൊ നാള് വെച്ചിട്ട് വേണം ഇവരെ അറിയാൻ വേണ്ടിട്ടല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലുള്ളത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ എവിടെയൊക്കെയാണ് നിധി ഉള്ളതെന്ന് അറിയില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. ഞാനിവിടെ വന്നിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ഭയങ്കര ഒരു എന്താ പറയാ, നേരെ മുമ്പിൽ തന്നെ ഉണ്ട് ഏറ്റവും വലിയ നിധി. അതെ, മുമ്പിൽ തന്നെ ഇരിക്കല്ലേ ഏറ്റവും വലിയ നിധി. അതിന്റെ ഭാഗ്യം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ കുഴിച്ചു നോക്കി എന്തെങ്കിലും കിട്ടുമോ? നോക്കിക്കോളൂ, അനുവാദം വേണ്ടേ കുഴിക്കാൻ? ഇതിൻ്റെ അത് അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ രണ്ടാമത് വാങ്ങിച്ചതാ, 1920s വാങ്ങിച്ചതാ. ഈ പോർഷൻ 1930s കിട്ടിയത്. ഗാന്ധിജി വന്നതൊക്കെ ഞങ്ങൾ ആദ്യം വന്നിരുന്നില്ലേ, ആ റൂമിലാണ് ഗാന്ധിജി വന്നത്. ഗാന്ധിജി ആ സെയിം കാർപ്പറ്റിലായിരുന്നു. അദ്ദേഹം ചെയറിലല്ല, കാർപ്പറ്റിലായിരുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂർ സംസാരിച്ചു. ഇത്ര നാളൊക്കെ നിൽക്കുമല്ലേ കാർപ്പറ്റൊക്കെ? ഇരുന്നുകൊണ്ടായിരിക്കും. കൊള്ളാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ രാജകുടുംബം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് കലാപരമായിട്ടുള്ള പല വാസനകളും ഉണ്ടാവും എന്ന് പറയാം. ആദിത്യവർമ്മയെ സംബന്ധിച്ച് തമ്പുരാനുള്ള കലാവാസന. എനിക്ക് ചേട്ടൻ ഈസ് എ ക്ലാസിക്കൽ സിംഗറാണ്, മ്യൂസീഷ്യനാണെന്നുള്ളത്. പ്രിൻസ് രാമവർമ്മ. അദ്ദേഹം ക്ലാസ് എടുക്കാറുണ്ട്, ഓൺലൈൻ ക്ലാസ് എടുക്കാറുണ്ട്, ഒരുപാട് കോൺസേർട്സ് നടത്താറുണ്ട്, ഇന്ത്യക്കും വിദേശത്തുമൊക്കെ. ഈയിടെ ഫിലിപ്പീൻസ് പോയിരുന്നു, പിന്നെ ഇടയ്ക്ക് ദുബായ്, US, ഇവിടെയൊക്കെ അദ്ദേഹം സ്ഥിരം പോകാറുള്ള. എനിക്കങ്ങനെ നമുക്കൊക്കെ രാജകുടുംബത്തിലുള്ള എല്ലാവരും പാട്ട് പാടുമെന്നാ. പാട്ട് അങ്ങനെ ഞാൻ കലയിലോട്ടില്ല. വീണ പഠിച്ചിട്ടുണ്ട് ഒരു 5 വർഷം. പിന്നെ ഇപ്പോഴും കുറച്ച് പുല്ലാങ്കുഴൽ വായിക്കാൻ ശ്രമിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. വായ്പാട്ടില്ല. ഓക്കെ, എന്തായാലും സംഗീതത്തിന്റെ ഒരു ഭാഗം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അതേപോലെ തന്നെ ഈ ക്രേസ് എന്താണെന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് തമ്പുരാനെ പറ്റി ആലോചിക്കുമ്പോൾ കുറേ കാറുകൾ വരും, പല മോഡൽ കാറുകൾ വരും. ഈ ക്രേസിലേക്ക് എപ്പോഴാണ്? ഞാനത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. 11 വയസ്സിലാണ് തുടങ്ങിയത് ഡ്രൈവിംഗ്. ഇപ്പോഴേ ഒരു വോക്സ് വാഗൺ ബീറ്റിൽ വണ്ടി ഇപ്പോഴും സ്ഥലത്തില്ല, പക്ഷെ വർക്ക്ഷോപ്പിൽ കിടക്കാണ്. അമേരിക്കൻ നിർത്തി പാർട്സ് ഒക്കെ വരുത്തി റിപ്പയറിങ് ആൻഡ് റെസ്റ്റോറേഷൻ നടക്കാണ്. അപ്പൊ അതിലിങ്ങനെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അത് ഏറ്റവും പഴയ മോഡലാണ്, 1967 or 68 മോഡലാണ്. അപ്പൊ അതിന് 11 വയസ്സിന് പൊക്കമില്ല. ഒരു തലയണയൊക്കെ വെച്ച് വല്യച്ഛനാണ് പഠിപ്പിച്ചത് ആദ്യം. ഇതാണ് ആക്സിലേറ്റർ, ഇതാണ് ക്ലച്ച്, ഇതാണ് ബ്രേക്ക്, സ്റ്റിയറിംഗ് നേരെ പിടിക്കുക, വണ്ടി ഓടിക്കുക. വലിയ ഇതാ പറഞ്ഞിട്ടുള്ളത്. ആദ്യം അദ്ദേഹം കൂടെ ഇരുന്നൊക്കെ പഠിപ്പിച്ചു. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഇവിടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒന്നും അത്ര പോരെ, പ്രായപൂർത്തിയാകത്ത കൊച്ചു പയ്യനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേ ഓടിക്കൂ, പുറത്തോട്ടില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് സ്ഥലമുണ്ട് നമുക്ക്, ഓഫ് റോഡിങ് പോലെ.
അപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ പോകും. ഞാൻ നോക്കി സ്പീഡ് നോക്കുമ്പോൾ 40-45 കൂടെ വണ്ടി സ്പീഡ് കയറുന്നില്ല. ഞാൻ വെച്ചാൽ പഴയ വണ്ടി ആയതുകൊണ്ടായിരിക്കും. മൈൽസ് ആയിരുന്നു, കിലോമീറ്റർ അല്ല മൈൽസാണ്. മൈലല്ല. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് 80-90 ഒക്കെ. നമ്മൾ നല്ല സ്പീഡിലാണല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ മീറ്റർ കയറാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. പിന്നെയാണ് ഈ ന്യൂ ജനറേഷൻ കാർസ് വന്നു, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നു, പിന്നെ സെൻസേഴ്സ്. പണ്ടൊക്കെ ഒരു വണ്ടി റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ തിരിച്ച് ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞൊക്കെ നോക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും വേണ്ട, ഇപ്പം മുമ്പിൽ സ്ക്രീനിൽ നോക്കിയാൽ മതി, എല്ലാം പറയും, സൈഡിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ പഠിച്ച. പക്ഷേ ഇപ്പോഴും എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാൻ വലിയൊരു പ്രിയമില്ല. നമുക്ക് മാനുവൽ മതി. അതുകൊണ്ടാണ് ഞാനൊരു പജേറോ സ്പോർട്ട് വാങ്ങിച്ചു, കംപ്ലീറ്റ് ഓഫ് റോഡർ മാനുവൽ. എന്ന് വെച്ചിങ്ങനെ കുറച്ച് ഓഫ് റോഡിങ് ഒക്കെ പോകും. ഓഫ് റോഡ് പോകുന്നൊരു തമ്പുരാനും ഉണ്ട്. ഓഫ് റോഡ് ഉണ്ട്, ഓഫ് റോഡ് രസമാണ് ഓടിക്കാൻ. റീസെന്റ് എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ ഉണ്ടായോ? റീസെന്റ് ഓഫ് റോഡിങ് ഇല്ല, അധികം പോയില്ല. ഇല്ല. ഞാൻ കഴിഞ്ഞ വർഷം ഓഫ് റോഡ് അല്ലായിരുന്നു, ഇപ്പോൾ ഒരു 2 മാസം മുമ്പേ പോയി. തുംഗനാഥ് എന്ന് പറഞ്ഞ സ്ഥലം, തുംഗനാഥ് ഹിമാലയത്തില്. അത് പക്ഷേ ഓഫ് റോഡ് ടാർ റോഡാണ്, പക്ഷെ എന്നാലും ഒരു 14,000 ഫീറ്റ് അടുപ്പിച്ചുണ്ട് ഹൈറ്റ്. അവിടെ പോയി കാറ് പോകുന്നതിനപ്പുറത്ത് പിന്നെ ഒന്നീ നടക്കണം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ പോലെ രാജാവ് കുതിരപ്പുറത്ത് പോയില്ലെങ്കിൽ മോശമല്ലേ, നടക്കാൻ പഠിച്ചിട്ടാ. അപ്പോൾ കുതിരയിലെ ക്ഷേത്രം വരെ പോയി തൊഴുതിട്ട് വന്നു. കുതിരയിൽ തന്നെ പോകണം അല്ലേ? കുതിരയിൽ അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ ഒരുപാട് ഇത്രയും ഹൈറ്റിൽ നമുക്ക് ശീലമില്ലല്ലോ. നമ്മൾ ഈ കടലിന്റെ നിരപ്പിൽ നിന്ന് 14,000 അടി പോകുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും. കുതിരപ്പുറത്താകുമ്പോൾ കുതിര പതുക്കെ അങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് മുകളിൽ കയറി നടന്നു, പതുക്കെ നടന്ന് വലിയ കുഴപ്പമില്ലാതെ പോയിട്ട് വന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പൂജയുള്ള ശിവക്ഷേത്രമാണെന്നാണ് എൻ്റെ അറിവ്. തുംഗനാഥ്. കേദാർനാഥ് കേട്ടിട്ടില്ല? കേദാർനാഥിന്റെ 5 കേദാരങ്ങളിൽ ഒരു കേദാരമാണ് ഇത്. പഞ്ചകേദാറിലെ ഏറ്റവും ഉയരം കൂടിയത് തുംഗം. അപ്പൊ അവിടെ പോയിട്ട് വന്നു. പോയി. എത്ര കാർ ഉണ്ടാവും കളക്ഷനിൽ? എനിക്കോ? ഈ പഴയ ബീറ്റില് എല്ലാ ഫ്യൂവലും ഉണ്ട്. ബീറ്റിൽ പെട്രോൾ, പിന്നെ ഒരു EV ഉണ്ട്, അപ്പൊ ഇലക്ട്രിക് ആയി. പജേറോ ഡീസല്, പിന്നെ ഒരു സെലേറിയോ, അത് പെട്രോൾ. 4 ഓക്കെ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പഴയൊരു അംബാസഡർ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് കിട്ടിയ അമ്മുമ്മ കൊടുത്ത വണ്ടിയാണ്, ചുവപ്പും ക്രീമുമായിട്ടുള്ള. അതും ഇപ്പോൾ വർക്ക്ഷോപ്പില്ല, അടുത്ത ആഴ്ച ഇറങ്ങും. അതും ഞാൻ ഇടയ്ക്ക് ഓടിക്കുന്നത്. ആണല്ലേ? ഈ ഇടയ്ക്ക് ഒരു ഓപ്പൺ ജീപ്പ് വന്നതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നേ. 4x4 ഉണ്ട്. അവരുടെ ഓഫ് റോഡിൽ വിളിച്ചിട്ടുണ്ട്, പോണം. ആണോ? അപ്പം പെട്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്തു നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. വീടാണോ എന്നെയും കൂടെ കൂട്ടി ഒന്ന് കറക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അമ്മയ്ക്ക് പക്ഷേ സ്പീഡ് പേടിയാ. ആണോ? അതൊക്കെ പോകാൻ പറയും. എങ്ങനെ അമ്മയായിട്ട് ട്രിപ്പൊക്കെ പോകും? അങ്ങനെ അമ്മയായിട്ട് ഇല്ല, അധികം വെച്ചാൽ അമ്മയ്ക്ക് സ്പീഡ് പേടിയുണ്ട്. ഇപ്പോൾ കാറിലധികം അമ്മയെ കൊണ്ടുപോകാറില്ല. പിന്നെ അമ്മയ്ക്ക് പിന്നെ കാറിൽ ഇവിടെ ഇപ്പോൾ അധികം വലിയ യാത്രയില്ല.